ഇന്ന് നമ്മുടെ വീഡിയോ വരുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം ഒത്തിരി പേരാണ് ഇത് ജെനുവിനാണോ അതല്ലെങ്കിൽ ഇവരിൽ നിന്ന് വിശ്വസിച്ച് വാങ്ങാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഉള്ള മെസ്സേജ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഒരു ഓഫർ വീഡിയോയ്ക്കും ഒരു ആൾ നമ്മൾ ഫേക്കാണ് എന്നുള്ള രീതിയിൽ മെസ്സേജസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും എനിക്ക് തോന്നുന്നു അത് പർപ്പസ്ഫുള്ളി ആളിട്ടിട്ടുണ്ടായിരുന്ന ഒരു മെസ്സേജാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആളെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തയച്ച് തന്നതിൽ തന്നെ ഉണ്ട് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ജെന്യുവനായിട്ടുള്ള റിവ്യൂസൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കസ്റ്റമറുടെ ഒരു ഓർഡർ ഒന്ന് പാക്ക് ചെയ്തപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. കാരണം വലിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് 6-ാം തീയതിയാണ്. 6-ാം തീയതി തൊട്ടാണ് നമ്മൾ വീണ്ടും വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ള ഓർഡേഴ്സാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇവിടുന്ന് ഡിസ്പാച്ച് ആക്കിയിട്ടുണ്ട്. ഒരു ദിവസം തന്നെ നമുക്ക് വന്നിട്ടുള്ള ഓർഡേഴ്സിൻ്റെ ലിസ്റ്റാണ് കേട്ടോ ഇത്. കണ്ടോ, ഇത്രയും ആൾക്കാർ നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് ഫേക്ക് ആണെങ്കിൽ ഇത്രയും പേര് പർച്ചേസ് ചെയ്യുമോ എനിക്കറിയില്ല. ഇനി കുറച്ചുകൂടെ വിശ്വസ്തത വരുത്താൻ ഞാൻ അതായത് നമ്മുടെ എല്ലാ വീഡിയോസും, അതായത് 6-ാം തീയതിക്ക് ശേഷം നമ്മൾ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസിൽ നിന്നും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമറുടെ ഐറ്റം നമുക്കൊന്ന് പാക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ വീഡിയോസിൽ നിന്നും ഞാൻ അതിന് ശേഷം ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസിൽ നിന്നും ആൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേര് ഒന്ന് എടുത്ത് പറയണമെന്ന് തോന്നുന്നു, ആതിര രാജ് കേട്ടോ. കാരണം നമ്മളതിൽ നമ്മുടെ രജിസ്റ്ററിൽ എഴുതി വയ്ക്കും. അപ്പോൾ അതാ കണ്ടില്ലേ, ആളുടെ ആദ്യത്തെ വീഡിയോയിൽ ആൾ 2 പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ആളുടെ ഓർഡർ തന്നെ വരുന്നതാണ് കേട്ടോ. അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതാ ആതിര ക്ലിയർ ആവുന്നുണ്ട്, ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ആതിര രാജ്, ഓക്കെ. വീണ്ടും ആൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിലും ആൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആളുടെ ചാറ്റോടെ ഒന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. അതിനുശേഷം വന്നിട്ടുള്ള ആളുടെ ചാറ്റാണ് കേട്ടോ. ഇന്ന് വന്നിട്ടുള്ള ചാറ്റാണ്. ഇതൊക്കെ ഇനിയും വേണം, അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള ചാറ്റാണിത്. ഓക്കെ, അപ്പോൾ ഒരു കസ്റ്റമർ ഇത്രയും, എനിക്കറിയില്ല ആൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഓർഡർ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഒരു പേര് നോട്ടീസ് ചെയ്തിട്ടില്ല. അല്ലല്ല, മുന്നേ ആൾ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടൈമായിട്ടല്ല. വയനാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു കസ്റ്റമറാണ് കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ആളുടെ ഈ ഒരു പാഴ്സൽ പാക്ക് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമുക്കുള്ളതാണ് നമ്മുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആളുടെ ഇതൊന്ന് പാക്ക് ചെയ്യാം കേട്ടോ. കുറച്ചൊരു ഡിലേ ആക്കിയിട്ടുണ്ട് ഞാൻ. ഇത്രയും ഓർഡേഴ്സ് വന്നതുകൊണ്ടാണ് അതെല്ലാം കൂടെ ഒരുമിച്ച് അയച്ചു കൊടുക്കാമെന്നുള്ളൊരു രീതിയിൽ നമ്മളൊന്ന് ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആൾ പറഞ്ഞിട്ടുണ്ട് എമർജൻസി ഒന്നുമില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വന്നിട്ടുള്ള ഇപ്പോൾ 4 ടോപ്പാണ് കൺഫേം ആയിട്ടുള്ളത്. അത് 4 നമുക്കൊന്ന് ഒന്ന് പാക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് റിപ്പീറ്റായിട്ട് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ തന്നെയാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഈ ഒരു സക്സസ് എന്ന് പറയുന്നത്. നമുക്ക് വലിയൊരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയൊരു വളർച്ചയോ ഒന്നുമല്ല നമ്മൾ നോക്കുന്നത്. നമുക്കിതാ ഇതേപോലുള്ള ജെനുവിൻ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് മേടിക്കുന്ന കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടുതലൊന്നും എനിക്ക് നമ്മുടെ ഒരു നമ്മൾ ഫേക്ക് അല്ല അല്ലെങ്കിൽ നമ്മൾ ജെനുവിൻ ആണെന്ന് നിങ്ങളെ കാണിക്കാൻ ഉള്ള പ്രൂഫൊന്നും എനിക്കില്ല. നിലവിൽ കൺഫേം ആക്കിയിട്ടുള്ള ഓർഡേഴ്സ് ഈ ഒരു 4 എണ്ണമാണ് കേട്ടോ. ഇനി ആൾ ചോദിച്ചിട്ടുണ്ട്, എനിക്കതൊരു പ്രോപ്പറായിട്ടൊരു റിപ്ലൈ നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അയച്ചു കൊടുക്കാം അല്ലേ. 4 എണ്ണോട് ഒരുമിച്ചാണ് അയക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ഡിലേ വരുത്തിയത്. നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം പ്രോഡക്റ്റ്സ് ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് നമ്മളോട് ചെക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കാം. കാരണം മനുഷ്യരാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില മിസ്റ്റേക്കുകളൊക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത്, മെയിനായിട്ട് നമുക്ക് ഈ ഒരു
പാൻറ്റ് മാറിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യതകൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പലർക്കും ടോപ്പ് ഒരെണ്ണം പാൻറ്റിൻ്റെ സൈസ് വേറെ അങ്ങനെയൊക്കെ മിസ്റ്റേക്കുകൾ 1-2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് പാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു 4 എണ്ണമാണ് കേട്ടോ നല്ലൊരു ഇത് നമുക്ക് ഒത്തിരി റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇതുണ്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്, എല്ലാം തന്നെ വത്തിക്കാൻ്റെ കോട്ട് സെറ്റുകളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, റാണി പിങ്ക്. അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഈ ഒരു കസ്റ്റമർ നിലവിൽ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് കേട്ടോ ആൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാം ആൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്കിത് അയക്കാം അല്ലേ. അപ്പോൾ ആളുടെ അഡ്രസ്സിന് വരുന്നത് അഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ എന്നിട്ട് നമ്മളിത് അയക്കുന്നത്. ഇനിയും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. നമ്മളും എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ഈ ഒരു പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മളും ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നത്. എല്ലാവരോടും ഒരു വലിയൊരു താങ്ക്സ് പറയാനാണ് കേട്ടോ. കാരണം നമ്മൾ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു ക്ലിയറൻസ് സെയിലിൽ നമ്മൾ വെറുതെ ഡിസ്പാച്ചിങ് ടൈമിൽ നമ്മൾ ഈ ഒരു അഡ്രസ്സ് എടുത്ത് നോക്കിയ ടൈമിൽ നോട്ടീസ് ചെയ്താണ് കേട്ടോ. അത്യാവശ്യം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഓർഡർ വന്നിട്ടുണ്ട്. അതിന് പുറമെ ഔട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂർ, കർണാടക, അതേപോലെ മുംബൈ, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഓർഡർ വരാറുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇത്തവണ നോട്ടീസ് ചെയ്തത് ലക്ഷദ്വീപിലേക്കാണ് കേട്ടോ. ലക്ഷദ്വീപിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. അത് ലക്ഷദ്വീപിൽ നിന്നുള്ള ആദ്യത്തെ ഓർഡർ അല്ല, ആ സെയിം കസ്റ്റമർ തന്നെ 2ാമത്തെ തവണയാണ് നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്തു ഈ ഒരു സെയിലിൽ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഈ ഒരു ക്ലിയറൻസ് സെയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സക്സസ് ആയിരുന്നു. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള ഔട്ട് തരിക. അതേപോലെ നമ്മളും നിങ്ങൾ തരുന്നതിൻ്റെ ആ ഒരു സപ്പോർട്ടിൻ്റെയും സ്നേഹത്തിനും തിരിച്ചും നമ്മുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു എന്താ പറയുക, ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെയുള്ള കളക്ഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം ഒരുപാട് കളക്ഷൻസായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. താങ്ക് യു.